ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര ഹർമ്മ്യ ആത്മീയതയുടെ 124 സെഷനാണല്ലോ ഇത്. നാലാം സദനത്തെക്കുറിച്ചുള്ള 45 വിചിന്തനവും ഹാലലൂയ ഹാലലൂയ. നാലാം സദനത്തെക്കുറിച്ചുള്ള 3-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ ഖണ്ഡികയുടെ അവസാന ഭാഗത്താണല്ലോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു നിർത്തിയത്. സ്നേഹം പ്രബുദ്ധമായിരിക്കണമെന്നാണ് എനിക്ക് വ്യക്തമാകുന്നത് എന്ന് പീറ്റർ അൽക്കാന്ദ്ര എന്ന ആത്മീയ ഗ്രന്ഥകാരൻ്റെ ട്രീറ്റീസ് ഓൺ പ്രയർ ആൻഡ് മെഡിറ്റേഷൻ എന്നുള്ള ആ ഒരു പുസ്തകത്തിനകത്ത് 8-ാമത്തെ ഉപദേശത്തെ ആസ്പദമാക്കിക്കൊണ്ട് അമ്മ ത്രേസ്യ പറയുകയുണ്ടായി. സ്നേഹം പ്രബുദ്ധമായിരിക്കണമെന്ന്. അത് മലയാളത്തിൽ വായിക്കപ്പെട്ടത് അല്പം ഒരു വ്യക്തത കുറവുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്: ദാറ്റ് ദി മൈൻഡ് മസ്റ്റ് ആക്ട് അണ്ടിൽ കോൾഡ് ടു റികളക്ഷൻ ബൈ ലവ്. ഇപ്പം ഇവിടെ മനസ്സ് പ്രവർത്തിക്കണം എത്ര വരെ? സ്നേഹത്തിലുള്ള റികളക്ഷൻ, ധ്യാനാത്മകത, ധ്യാന നിർലീനത, സ്നേഹം നിറഞ്ഞ ധ്യാന നിർലീനതയിൽ നമ്മുടെ ആത്മാവ് വ്യാപൃതമാകുന്നിടം വരെയും നമ്മൾ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ഇപ്പം ഇവിടെ അമ്മ ത്രേസ്യ പറഞ്ഞു വരുന്ന 4-ാമത്തെ ഖണ്ഡികയിൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ ദൈവം ആത്മാവിൽ നിർവഹിക്കുന്ന പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അപ്പൊ ബുദ്ധിയുടെ പ്രവർത്തനമല്ല, ചിന്തയുടെ പ്രവർത്തനവും ഒന്നും ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്യാതെ ധ്യാന നിർലയനതയിലായിരിക്കുന്ന അനുഭവം തമ്മിൽ എന്താണ് ബന്ധം? അതേക്കുറിച്ചാണ് ഇവിടെ വിചിന്തനം വരുന്നത്. നമുക്കിത് ആത്മീയ അനുഭവത്തിൻ്റെ ഒരു ആഴപ്പെട്ട അല്ലെങ്കിൽ ഉന്നതമായ തലത്തിനിടയിലുള്ള ഒരു ചെറിയ 2 അനുഭവ അന്തരങ്ങളുടെ വ്യത്യാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതേക്കുറിച്ച് ഈ പറഞ്ഞ പീറ്റർ അൽക്കാന്ദ്രയുടെ പുസ്തകത്തിൽ പറയുന്നത്, അമ്മ ത്രേസ്യ പറയുന്ന ന്യായം തന്നെയാണെന്ന് വെച്ചാൽ, ഒരു ധ്യാന നിർലീനതയിലേക്ക് നമ്മൾ പോലും അറിയാതെ തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ഉള്ളം, ആത്മാവ് വരുന്നിടം വരെയും നമുക്ക് ചിന്തകൾ കുറച്ച് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് ചിന്തയെ നമ്മൾ ബലം പിടിച്ച് ഓഫാക്കിയിട്ട് ഒന്നും ചിന്തിക്കാതെ ഉള്ള അവസ്ഥയിലേക്ക് ഇരിക്കാൻ നമ്മൾ തന്നെ ബലം പ്രയോഗിക്കുന്നത് അത്ര വിജയിക്കുകയില്ല എന്നുള്ളതാണ് അമ്മ ത്രേസ്യയുടെ അഭിപ്രായം. അതങ്ങനെ അല്ല എന്ന് പറയുന്ന പുസ്തകങ്ങൾ ഉണ്ടേക്കെന്നുള്ള വാദഗതി അമ്മ ത്രേസ്യ പരിഗണിച്ചിട്ട് ഈ പീറ്റർ അൽക്കാന്ദ്രയുടെ ഈ പറഞ്ഞ പ്രശസ്തമായ പുസ്തകം എടുത്ത് അതേപ്പറ്റി ആഴപ്പെട്ട് നിരീക്ഷിച്ചപ്പോൾ, പഠിച്ചപ്പോൾ അമ്മ ത്രേസ്യ പറയുന്ന ആശയം തന്നെയാണ് ആ വിശുദ്ധനായ വൈദികൻ പങ്കുവച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി എന്ന് അമ്മ ത്രേസ്യ പറയുകയാണ്. അവിടെ അദ്ദേഹം പറയുന്നത് മെഡിറ്റേഷൻ ആൻഡ് കോണ്ടംപ്ലേഷൻ എന്നുള്ള 2 ആശയങ്ങളെ കുറിച്ചാണ്. ബുദ്ധി കൊണ്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മെഡിറ്റേഷൻ. അതേസമയം ചിന്തയൊന്നും ഇല്ലാതെ ധ്യാന നിർലീനതയിൽ ഉള്ളം ഇങ്ങനെ ആയിരിക്കുന്ന അനുഭവം കോണ്ടംപ്ലേഷൻ. കോണ്ടംപ്ലേഷൻ എന്താണ്? മെഡിറ്റേഷൻ എന്താണെന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പം ഇംഗ്ലീഷ് ആണ് ഒരു ആശയം. ഇവിടെ അമ്മ ത്രേസ്യ പറഞ്ഞു വരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ പീറ്റർ അച്ഛൻ പുസ്തകത്തിനകത്ത് പറഞ്ഞ കുറച്ചെടുത്ത് വായിച്ചു നോക്കി. അച്ഛൻ പറയുന്നത് ഒരു യാത്ര പോലെയാണ് മെഡിറ്റേഷൻ. യാത്ര നടത്തി അതിൻ്റെ യാത്രയുടെ ബുദ്ധിമുട്ടുകളുടെ ക്ലേശങ്ങൾ തത്രപ്പാട് എല്ലാമായിട്ടെത്തി അതിൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ യാത്രയുടെ ക്ലേശമെല്ലാം മറന്നിട്ട് അല്പം സ്വസ്ഥമായിട്ട് ആയിരിക്കുന്ന ഒരു അനുഭവം. അതാണ് കോണ്ടംപ്ലേഷൻ്റെ അനുഭവം ആത്മീയ യാത്രയിൽ. നമുക്കൊരു ഉദാഹരണം ഓർമ്മിച്ചാൽ, അച്ഛൻ പറയുന്ന ആ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഉദാഹരണം ഓർമ്മിച്ചാൽ, നമ്മൾ ഒരു വിമാനയാത്രയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ യാത്രയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരു വലിയ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ദീർഘദൂര ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് പോവുകയാണ്. നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഫ്ലൈറ്റിൻ്റെ ആണേലും ട്രെയിനിൻ്റെ ആണേലും അല്ല ദീർഘദൂര ബസ്സിൻ്റെ ആണേലും എന്ന് വിചാരിക്കുക. ഇപ്പം നമ്മൾ നാട്ടിൽ എവിടെയെങ്കിലും കോട്ടയത്തോ പാലായിലോ അല്ലെങ്കിൽ എറണാകുളത്തോ വന്നിട്ട് ഒരു പക്ഷേ ബാംഗ്ലൂർക്ക് പോകുന്ന അല്ലെങ്കിൽ ബോംബെക്ക് പോകുന്നൊരു ബസ് അല്ലെങ്കിൽ ട്രെയിൻ, അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി വന്നിട്ടൊരു ഫ്ലൈറ്റ് കയറി പോകാനായിട്ട് ആ യാത്ര നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര അല്പം വ്യഗ്രതപ്പെട്ട്
കാരണം സമയത്ത് എത്തണം, വഴി കുറേ ദൂരമുണ്ടെന്ന് വിചാരിക്കുക യാത്ര. ആ ദൂരം കവർ ചെയ്യാനായിട്ട് ഇടയ്ക്ക് തടസ്സങ്ങളുണ്ടാകാം, വഴി മോശമാകാം, ബ്ലോക്ക് വരാം, സമയത്ത് എത്താതെ പോകാൻ പാടില്ല. അതുകൊണ്ട് അല്പം വ്യഗ്രതയുണ്ട് യാത്രയിൽ. അങ്ങനെ യാത്ര ഇങ്ങനെ വ്യഗ്രതപ്പെട്ട് നടത്തി ചിലപ്പോൾ ഇച്ചിരി വഴിയൊക്കെ മാറിപ്പോകേണ്ടി വന്നു. ട്രാഫിക് ബ്ലോക്ക് വന്നപ്പം അതിനടുത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ നമ്മൾ വേറെ വഴിക്ക് ഡൈവേഷൻ എടുത്ത് അങ്ങനെ പോയി. അങ്ങനെയൊക്കെ അവസാനം നമ്മൾ സമയത്തിന് മുമ്പേ തന്നെ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് എത്തിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തെത്തി, അല്ലെങ്കിൽ വിമാനത്താവളത്തിന്റെ പരിസരത്തെത്തി. അവിടെ എത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ വന്ന വണ്ടിയൊക്കെ പറഞ്ഞു വിട്ടു. ഇനിയിപ്പോൾ നമുക്ക് സമയമുണ്ട്, ലക്ഷ്യസ്ഥാനത്ത് എത്തി, കാര്യങ്ങളിലും ചെയ്യാനുണ്ട് ഒത്തിരി. അകത്തേക്ക് കയറി ചേരണം, നമ്മുടെ ബസ് കണ്ടുപിടിക്കണം, ബസ്സിൽ കയറിയിരിക്കണം, ട്രെയിനിന് വരണം, ട്രെയിനിൽ കയറിയിരിക്കണം, അങ്ങനെ യാത്രയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഉള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ട് ഫ്ലൈറ്റ് ആരംഭിക്കണം. പക്ഷെ സ്ഥലത്തെത്തി, ഇനിയിപ്പോൾ തത്രപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ നോക്കുകയാണ്, റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഒന്ന് കണ്ടു, ട്രെയിൻ അപ്പുറത്ത് കിടപ്പുള്ള വരെ സമയമാവുന്നേ ഉള്ളൂ, അല്ല നമുക്കുള്ള ബസ് അവിടെ ഉണ്ടോ നോക്കി ബസ് ഇറക്കി ഇടുന്നതേ ഉള്ളൂ, ലോങ് ട്രിപ്പ് ബസ്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് നോക്കി ഇനിയും ഉണ്ട്, ആവശ്യ സമയമുണ്ട്. അപ്പോൾ എന്താ ചെയ്യണം? അപ്പോൾ നമുക്ക് അല്പം ഒന്ന് സ്വസ്ഥമായിട്ട് ഇവിടെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് അവിടെ കണ്ടു, അവിടെ കയറി ഇരുന്ന് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് അല്പം ഒരു ചായ കുടിച്ചിരുന്ന് അല്പം ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആകാം. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ പരിസരവും റെയിൽവേ സ്റ്റേഷൻ അല്ലെ ബസ് സ്റ്റാൻഡ് പരിസരവും അല്ലെ ബസ്സും ട്രെയിനും ഒക്കെ ഇങ്ങനെ അകലെയെന്ന് നോക്കി അല്പം ദൂരെ കിടക്കുന്നത് നോക്കിക്കൊണ്ട് ഒരു തത്രപ്പാടുമില്ലാതെ അല്പസമയം ചെലവഴിക്കുന്ന ഒരു അനുഭവം. ഇതാണ് ഒരു കോണ്ടംപ്ലേഷന്റെ അനുഭവം എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഭാവന ഉപയോഗിച്ച് കണ്ട് ആലോചിച്ച് വചനഭാഗം എടുത്ത് വായിച്ച്, അല്ലെങ്കിൽ ആത്മീയ പുസ്തകം എടുത്ത് വായിച്ച് അത് വെച്ച് പ്രാർത്ഥിച്ച്, അതിനെക്കുറിച്ച് മുട്ടുകുത്തി കൈ വിരിച്ച് പിടിച്ച് സ്തുതിച്ച്, അങ്ങനെ നമ്മൾ തമ്പുരാന്റെ ഒരു സാന്നിധ്യ അനുഭവത്തിലേക്ക് എത്താനായിട്ട് കുറെ പ്രയത്നിക്കുകയാണ്, പരിശ്രമിച്ച് കയറി വരികയാണ്. പക്ഷെ അങ്ങനെ ഒരു പരിശ്രമം പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയിട്ടില്ല, അതിനെയും അല്പം ചെയ്യാൻ. പക്ഷെ നമ്മൾ ഏതാണ്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തി. കോണ്ടംപ്ലേഷൻ എന്ന് പറയുമ്പം പ്രശാന്തമായ നിരീക്ഷണം വീക്ഷിക്കുന്ന ദൈവ സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞ് ഏതാണ്ട് ദൈവത്തിന്റെ സന്നിധിയിലാണ്, കാര്യങ്ങളെല്ലാം നടന്നില്ല എങ്കിലും അങ്ങനത്തെ ഒരു ശാന്തതയിലേക്ക് നമ്മൾ വരികയാണ്. നോക്കി ഇങ്ങനെ ഇരിക്കുന്നു, ശ്രദ്ധയോടെ, അതേസമയം റിലാക്സ്ഡ് ആയിട്ട് നിരീക്ഷിക്കുന്നു, ദൈവസാന്നിധ്യം അനുഭവിച്ച് അങ്ങനെ ആയിരിക്കുന്നു. അതാണ് ഇത് വ്യത്യാസം. ഇപ്പം മെഡിറ്റേഷൻ ആൻഡ് കോണ്ടംപ്ലേഷൻ ഒരു രീതി പറഞ്ഞാൽ അല്പം നമ്മൾ അസെറ്റിക്കൽ ആൻഡ് മിസ്റ്റിക്കൽ അനുഭവത്തിന്റെ ആ ഒരു വ്യത്യാസം തന്നെയാണ് ഇവിടെ ഏതാണ്ട് വരുന്നത്. തന്നെ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടുമില്ല അങ്ങനത്തെ ഒരു അനുഭവം. അപ്പൊ ഇത് ചിലപ്പോൾ സമയം എടുത്ത് തന്നെ ഇവിടെ വിവരിക്കുകയാണ്. കാരണം നമുക്കിത് ഈ നാലാസനത്തിലേക്ക് കയറി മുന്നോട്ട് വരുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടാണ് ഇതിന്റെ അനുഭവങ്ങളുടെ അന്തരം. അമ്മദ്രേസ്യ പറയാണ്, എനിക്ക് തെറ്റിപ്പോയെന്ന് വരാം ഞാൻ വിശദീകരിക്കുന്നത്, എന്നാൽ എൻ്റെ അഭിപ്രായത്തിന്റെ ആധാരം താഴെ പറയുന്ന ന്യായങ്ങളാണ്. അമ്മദ്രേസ്യ ഒരു 3-4 ന്യായങ്ങളിവിടെ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഒത്തിരി നമ്മൾ ഈ ദൈവസാന്നിധ്യത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അനുചന്തന പ്രാർത്ഥനയുടെ ഒരു ആഴത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി നമ്മൾ ചിന്തിച്ചു നമ്മൾ സ്ട്രെയിൻ ചെയ്യരുതെന്ന് പറയാം. എന്തുകൊണ്ടാണ്? ന്യായങ്ങൾ പറയണം. ഒന്നാമത്തെ ന്യായം, 5-ാമത്തെ ഖണ്ഡിക, ഇമാതിരി ആധ്യാത്മിക ഉദ്യമങ്ങളിൽ ചിന്തയും പ്രവർത്തന ഉത്സുകതയും എത്ര കുറയ്ക്കുന്നുവോ അത്രയധികം കാര്യക്ഷമത വർദ്ധിക്കുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങളിൽ നമ്മുടെ പരിശ്രമം കൊണ്ട് മാത്രമല്ല കാര്യങ്ങൾ നടക്കുന്നത്, ദൈവത്തിന്റെ കൃപ കൊണ്ടും കൂടിയാണ്. അവിടെ നമ്മളിങ്ങനെ ചിന്തിച്ച് ക്ലേശിച്ച് പ്രവർത്തിച്ച് പരിശ്രമിച്ചുകൊണ്ട് ബഹളപ്പെട്ട് നിൽക്കുന്നത്, അത് ഇനിയിപ്പോൾ അങ്ങ് പയ്യെ നിർത്തിയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക എന്നുള്ള ഇനി ചെയ്യേണ്ടത്. നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ യാത്ര ചെയ്യാനുള്ളത് അത്രപ്പാടും ബഹളം എല്ലാം ഉണ്ട്, അത് വെച്ചിട്ട് ഭക്ഷണം കഴിച്ചു, പിന്നെ റെസ്റ്റ് റൂമിലേക്ക് ഒന്ന് പോയി. ഇനി ചെയ്യേണ്ടത് ബസ് ഇറക്കി ഇടുമ്പോൾ കൃത്യം അത് കാണണം, ആ ബസ്സിൽ കയറണം, തന്നെ സീറ്റ് പിടിക്കണം. ട്രെയിൻ വരുമ്പോഴത്തേക്കും കാണാവുന്ന പ്ലാറ്റ്ഫോമിൽ വിശ്രമിച്ചിരിക്കുക, ട്രെയിൻ വരുന്ന നോക്കിയിരിക്കുക. പല ട്രെയിൻ വരുന്നു പോകുന്നു, പക്ഷെ നമ്മുടെ ട്രെയിൻ ഏത് അറിഞ്ഞിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ എയറോഡ്രോമിൽ ചെന്നിട്ട് ഒരു പക്ഷെ പുറത്ത് വിശ്രമിക്കുന്നു, അല്ലെങ്കിൽ ചെന്നകത്ത് കയറി നമ്മൾ ചെക്കിൻ ഒക്കെ നടത്തി ബാഗൊക്കെ ഡ്രോപ്പ് ചെയ്തു, അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിൽ കസ്റ്റംസും ഇമിഗ്രേഷന്റെ കാര്യങ്ങൾ അതൊക്കെ നോക്കി ചെയ്തു, സെക്യൂരിറ്റി ചെക്കിപ്പിനെല്ലാം കഴിഞ്ഞു. അങ്ങനെ അകത്ത് കയറി വെയിറ്റിംഗ് റൂമിലേക്ക് വന്നു. ഇനി വേറെ പ്രതി ചെയ്യാറൊന്നുമില്ല, സമയമാകണം, ഫ്ലൈറ്റ് വരണം, കയറി പോകണം. പക്ഷെ ഒരു കാര്യം നോക്കിയിരിക്കണം, നമ്മൾ സമയം തെറ്റിപ്പോകരുത്, മറന്നു പോകരുത്. കയറി പോകണം, ഗേറ്റ് എവിടെയാന്നുള്ളത്, എവിടുന്ന് കയറണം എന്നുള്ള ഗേറ്റ് നമ്പർ നോക്കി വെച്ച് അവിടെ എത്താണ്ട് മാർക്ക് കണ്ടു വെക്കണം. അത്രയൊക്കെ ഉറപ്പാക്കിയാൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ലഗേജുമായിട്ട് നമുക്ക് അല്പസമയം റിലാക്സ്ഡ് ആകാം. അല്പം അവിടെ ഇരുന്ന് ഇച്ചിരി മയങ്ങാൻ സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ സമയമുണ്ട്, ഇച്ചിരി മയങ്ങാം, അല്ലെങ്കിൽ ഇച്ചിരി ഭക്ഷണം കഴിക്കാം, ഇച്ചിരി കാഴ്ച കണ്ട് നടക്കാം.
അതേസമയം എപ്പോഴും ജാഗ്രത വേണം. നമ്മുടെ ഫ്ലൈറ്റിന്റെ സമയം തെറ്റിപ്പോകരുത്. അവിടെ അനൗൺസ്മെന്റ് എടുത്ത് ഓർത്തിരിക്കണം. അല്ലെ അനൗൺസ്മെന്റ് വന്ന് എല്ലാവരും ഫ്ലൈറ്റിൽ കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോയാൽ പറ്റിയാൽ ഉറങ്ങിയിരിക്കുന്നത് കണ്ടാൽ പറ്റിയാല. അപ്പൊ അങ്ങനത്തെ ഒരു റിലാക്സ്ഡ് ആയിട്ടായിരിക്കാം, വലിയ തത്രപ്പാടുമായിട്ട് ബഹളം വെച്ച് ഓടി നടക്കാതിരിക്കുക ഇനി നല്ലത് എന്ന് മദ്രസയോട് പറയുന്നത്. തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഏതാണ്ട് എത്തിയിട്ടുണ്ട്. ഇനി ആ സാന്നിധ്യം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ ശാന്തമായിട്ടായിരുന്നാൽ മതി. തക്ക സമയത്ത് ഫ്ലൈറ്റ് കയറി പോകാൻ, തക്ക സമയത്ത് ട്രെയിൻ വരുമ്പോഴേ കയറാൻ, വേറെ തത്രപ്പാടൊന്നുമില്ല, അവിടെ ഇരുന്നാൽ മതി, വെയിറ്റ് ചെയ്ത പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ പോലത്തെ അനുഭവമാണ്. തിരിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മദ്രസയിൽ ഉദാഹരണം പറയുന്നുണ്ട്. നമ്മുടെ കർത്തവ്യം സമ്പന്നനായ ഒരു മഹാചക്രവർത്തിയുടെ മുൻപിൽ വരുന്ന ഭിക്ഷുക്കളെ പോലെ യാചിക്കുകയും അതിനുശേഷം താഴ്മയോടെ പ്രതീക്ഷിച്ച് നിൽക്കുകയുമാണ്. ഈ ഉദാഹരണം മദ്രസയുടെ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഉദാഹരണം തന്നെയാണ്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ചക്രവർത്തിയും രാജാവും മഹാരാജാവും അങ്ങനെ താഴ്മയോടെ ഒരു ഭിക്ഷുവിനെ പോലെ യാചിച്ചു നിൽക്കുന്ന അവസ്ഥയൊന്നും ഇന്ന് നമുക്ക് ജനാധിപത്യ ക്രമത്തിന്റെ ഒരിടത്തും ഇല്ല. ഇത് നമ്മളെല്ലാവരും തുല്യരാണ്, ജനാധിപത്യമാണ്, ജനങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം. പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു ചക്രവർത്തിയുടെ മുമ്പിലേക്ക് പ്രവേശനം കിട്ടി, അവിടെ ഒരു ഭിക്ഷുവിനെ പോലെ യാചിച്ചു നിൽക്കും. ചക്രവർത്തി എപ്പോഴും കരിഞ്ഞ് നോക്കിയിട്ട് ഒരു സമ്മാനം തരാൻ അത് കാത്തു നിൽക്കുന്ന അനുഭവം അന്നത്തെ കാലത്ത് വളരെ മനോഹര ഉദാഹരണം തന്നെയാണ്. പക്ഷെ ഇന്ന് നമുക്ക് അത്ര അത് ഏഷ്യകര. കാരണം നമ്മളൊരു നേതാവിന്റെ മുമ്പിൽ ഓച്ചാരിച്ച് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഏത് നേതാവിനെ, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ആരായാലും നമുക്ക് അവരെ പറ്റി അഭിപ്രായം പറയാനോ വിമർശിക്കാനോ നമ്മുടെ ആശയങ്ങൾ പറയാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെല്ലാം തുല്യര് തന്നെയാണ്. അവരിപ്പോൾ ഭരിക്കുന്നു, നമ്മളിപ്പോൾ ഭരിക്കപ്പെടുന്നു മാത്രമേ ഉള്ളൂ, പ്രജകളും. അപ്പോൾ വോട്ട് ചെയ്ത് നമ്മൾ ജയിപ്പിച്ചവരാണ് അവരെല്ലാം. അതുകൊണ്ട് നമുക്ക് ഈ ചക്രവർത്തിയുടെ ഉദാഹരണം അത്ര ഹൃദ്യമായിട്ട് തോന്നിയെന്ന് വരില്ല. എങ്കിലും അബദ്ധത്തിൽ വരെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മുടെ കർത്തവ്യം സമ്പന്നനായ ഒരു മഹാചക്രവർത്തിയുടെ മുമ്പിൽ വരുന്ന ഭിക്ഷുക്കളെ പോലെ യാചിക്കുകയും അതിനുശേഷം താഴ്മയോടെ പ്രതീക്ഷിച്ച് നിൽക്കുകയുമാണ്. അവിടുന്ന് നൽകുന്ന രഹസ്യമായ അടയാളങ്ങൾ മുഖേന താൻ നമ്മെ ശ്രവിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നി തുടങ്ങിയാൽ പിന്നെ മൗനം അവലംബിക്കുകയാണ് ഉചിതം. ഒരുപക്ഷെ നമുക്കൊരു വലിയ ആളിനെ കാണാൻ വേണ്ടി, ചക്രവർത്തി നമുക്കിപ്പോൾ ഇല്ല, നമ്മൾ എവിടെയെങ്കിലും ചെന്നു, ഒരു വലിയ ഓഫീസിൽ ചെന്നു, അപ്പോൾ അവിടെയുള്ള ഏറ്റവും തലപ്പത്തുള്ള ആളെ നമുക്ക് കാണേണ്ടത്. നമ്മളവിടെ കയറി ചെന്ന് ആ തലപ്പത്തുള്ള ആൾ അവിടെ ഇരിപ്പുണ്ട്, ആൾക്കാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ കയറി ചെന്ന് അപ്പം നല്ല തിരക്കിലാണ് ആ വ്യക്തി. അപ്പം നമ്മൾ കയറി ചെന്ന് അവിടെ തല കാണിച്ചു. അപ്പോൾ ആ വ്യക്തി നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് കണ്ണ് കാണിച്ചില്ല, തല കുലിക്കലെന്ന് കൈയൊന്നിങ്ങനെ കാണിച്ചു ഹായ് പറഞ്ഞു. അപ്പം അവർ നമ്മളെ കണ്ടുവെന്ന് നമുക്ക് ഉറപ്പായി. അതൊരു പക്ഷേ നമ്മുടെ ജനപ്രതിനിധി MLA ആയിരിക്കാം, അല്ല നമ്മൾ പിതാവിനെ കാണാൻ വേണ്ടി വിശ്വസിക്കാൻ അവിടെ തിരക്ക് പിടിച്ച് ഒത്തിരി പേരെ പിതാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ തല കാണിച്ച പിതാവ് നമ്മളെ നോക്കി, ഒന്ന് തല കുലുക്കി, ഒന്ന് പുഞ്ചിരിച്ചു. അപ്പം നമുക്ക് മനസ്സിലായി നമ്മളെ കണ്ടു, ഇതിന്റെ തിരക്ക് കാരണമാണ്, വെയിറ്റ് ചെയ്താൽ മതി, അതാ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ അവിടുന്ന് നൽകുന്ന രഹസ്യമായ അടയാളങ്ങൾ മുഖേന താൻ നമ്മെ ശ്രവിക്കുന്നുണ്ട് നമുക്ക് തോന്നി തുടങ്ങിയാൽ, അവർ നമ്മളെ കണ്ടു, നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു വ്യക്തത നമുക്ക് കിട്ടി. അങ്ങനെ വന്നാൽ പിന്നെ നമ്മൾ പിന്നെ ചെന്ന് ബഹളം വെക്കണ്ട, എപ്പോഴാണ് ഞാൻ വരേണ്ടത്, എന്നെ വിളിക്കാവോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലണ്ട, അത് അവരെ അസഹ്യപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യുക, അതാണ് ഉചിതം എന്ന് പറഞ്ഞ പോലെ തമ്പുരാന്റെ സന്നിധിക്ക് നമ്മൾ വന്നു, അവിടെ സാധനം നമുക്ക് കിട്ടി, അവിടെ നമ്മൾ വീക്ഷിക്കുന്നത് നമുക്കറിയാം. അതൊരു അനുഭവത്തിലേക്ക് ആന്തരികമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒത്തിരി ചിന്തിച്ചും പറഞ്ഞും പ്രാർത്ഥിച്ചും തപശ്ചര്യ കാണിച്ചും കൊണ്ട് അങ്ങനെ അങ്ങോട്ടുള്ള ഒരു ബഹളത്തിലേക്ക്, ആത്മീയ കർത്തവ്യങ്ങളുടെ അല്ലെങ്കിൽ പരിശ്രമങ്ങളിലേക്കോ ആത്മീയ അഭ്യാസങ്ങളിലേക്കോ ഒത്തിരി ഇറങ്ങണ്ട, അവിടെ ശാന്തമായിട്ട് വെയിറ്റ് ചെയ്താൽ മതി എന്ന് അമർത്തിച്ച് പറയുകയാണ്. പിന്നെ മൗനം അവലംബിക്കുകയാണ് ഉചിതം. അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ നമുക്ക് അനുമതി സിദ്ധിച്ചിട്ടുണ്ടല്ലോ. അതിനാൽ നമ്മുടെ ബുദ്ധിയുടെ പ്രവർത്തനത്തെ നിർത്തുവാൻ ശ്രമിക്കുന്ന നിമിത്തം ഒരു ദോഷവും വരാൻ പോകുന്നില്ല. അപ്പൊ ഇത്രയും വന്നു കഴിയും പിന്നെ ഒത്തിരി നമ്മൾ വേറെ ഒന്നും പറയാനും ചോദിക്കാനും അന്വേഷിക്കാനും എന്നെ വിളിക്കണം, ഞാനിവിടെ നോക്കി നിൽക്കുകയാണ്, കുറേ നേരം നോക്കി നിൽക്കുന്നു, എപ്പോഴാണ് എന്നെ വിളിക്കുന്നത്, ഞാൻ കയറി വരട്ടെ, അങ്ങനെയുള്ള തത്രപ്പാടൊന്നും കാണിച്ച് അവിടെ ബഹളം വെക്കണ്ട, കാത്തു നിന്നാൽ മതി. അത് പറഞ്ഞിവിടെ ബുദ്ധിയുടെ പ്രവർത്തനം. ഇനി ബുദ്ധി കൊണ്ട് ആലോചിച്ച് ചിന്തിച്ച്, ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങയുടെ ദൈവമാണ്, ഞാൻ അങ്ങയുടെ പുത്രനാണ്, പുത്രിയാണ്, ഞാൻ അങ്ങയുടെ മോളാണ്, മോനാണ്, ഞാൻ അങ്ങയുടെ ദാസനാണ്, ദാസിയാണ്, എന്നെ അനുഗ്രഹിക്കണേ, ഞാൻ അങ്ങേക്ക് വേണ്ടി കാത്തു നിൽക്കുക, അങ്ങനെയുള്ള ചിന്തയും പറച്ചിലും ഒക്കെ ആയിട്ടൊന്നും തത്രപ്പെടണ്ട, വെറുതെ ശാന്തമായിട്ട് അവിടെ കാത്തു നിന്നാൽ മാത്രം മതി എന്ന്. അതിനാൽ നമ്മുടെ ബുദ്ധിയുടെ പ്രവർത്തനത്തെ നിർത്താൻ ശ്രമിക്കുന്നത് നിമിത്തം ഒരു ദോഷവും വരാൻ പോകുന്നില്ല. അങ്ങനെ സാധിക്കുമെങ്കിൽ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഇത്ര പറഞ്ഞ കാര്യം ഈ സാന്നിധ്യ അനുഭവം കിട്ടി. ദൈവം നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്, നമ്മളെ വീക്ഷിക്കുന്നുണ്ട്, അവിടെ നമ്മളെ സംപ്രീതനാണ്, അവിടുത്തെ സന്നിധിയിലാണ് നാം എന്നുള്ള ബോധ്യം നമുക്ക് കിട്ടി.
അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധിയുടെ പ്രവർത്തനമൊക്കെ ഇച്ചിരി ഓഫാക്കിയിട്ട് ശാന്തമായിട്ടുള്ള വെയിറ്റ് ചെയ്താൽ മതി, അത് സാധിക്കുമെങ്കിൽ എന്നാണ്. എന്നാൽ രാജാവ് നമ്മെ കേൾക്കുന്നുണ്ടെന്നോ കാണുന്നുണ്ടെന്നോ നമുക്ക് ഉറപ്പില്ലാത്തപ്പോൾ, എന്നാൽ അങ്ങനെ നമ്മളവിടെ എത്തി, പക്ഷേ ഈ പറഞ്ഞ ആള് MLA വീട്ടിൽ ചെന്നു, MLA ഓഫീസിൽ ചെന്നു, അല്ല മുഖ്യമന്ത്രി ഓഫീസിൽ ചെന്നു, അല്ല പിതാവിനെ കാണാൻ വേണ്ടി ബിഷപ്പ് ചെന്നു. നമ്മൾ ചെന്ന വിവരം അവർ കണ്ടോ ഇല്ലയോ നമുക്ക് ഉറപ്പില്ല, അവർ നമ്മൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ വെറുതെ ആ ഒരു മൂലയ്ക്ക് വെറുതെ ഒരു ബെഞ്ചിൽ ഇരുന്ന് കസേര ഇരുന്ന് ഉറക്കം തോന്നുന്നത് ഇരുന്നാൽ ചിലപ്പോൾ ശരിയായെന്ന് വരികയല്ല. അതാണ് നമ്മൾ എന്തെങ്കിലും അവിടെ പോയി അങ്ങ് കാണിക്കുകയോ ആരെങ്കിലും പറഞ്ഞു വിടുകയോ നമ്മൾ ഇന്നയാൾ വന്നിട്ടുണ്ടെന്ന് അറിയിക്കുകയോ ഒക്കെ ചെയ്യണം. എന്നാൽ രാജാവ് നമ്മെ കേൾക്കുന്നുണ്ടെന്നോ കാണുന്നുണ്ടെന്നോ നമുക്ക് ഉറപ്പില്ലാത്തപ്പോൾ വെറും ജാഡ്യഭാവത്തിൽ കഴിഞ്ഞു കൂടണമെന്നില്ല. ഇത്രയും സാധിച്ച ശേഷം ഇനിയും ചെയ്യേണ്ടത് വളരെ ഉണ്ട്. അപ്പം അവിടെ എത്തി, അതുകൊണ്ട് മാത്രമല്ല ആയില്ല, ഇനിയും പറയാൻ ചെയ്യാനായിട്ടുണ്ട്. ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ ശുഷ്കത വർദ്ധിക്കുകയും ചിന്തകളെ നിയന്ത്രിക്കാൻ ചെയ്ത സമത്തിന്റെ ഫലമായി വിചാരങ്ങളിൽ പതറിപ്പോവുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവുകയല്ല. ചിലപ്പോൾ അത് ഉപദ്രവം വരുത്തും, ചിന്തകൾ പതറിപ്പോകും, ശുഷ്കത കൂടി വന്നത് ഒരു പ്രാർത്ഥന. ഇപ്പം നമ്മൾ പറയുന്നത് രാജാവിന്റെ സന്നിധി ചെല്ലുന്നതോ അല്ലെങ്കിൽ ബിഷപ്പ് ചെല്ലുന്നതോ MLA അടുത്ത് ചെല്ലുന്നതൊന്നും അല്ല, റെയിൽവേ സ്റ്റേഷൻ എയറോഡ്രോം അല്ല, അത് ഉദാഹരണങ്ങൾ മാത്രമാണ്. യഥാർത്ഥ അനുഭവം തമ്പുരാൻ ഉപരിക്ക് നമ്മുടെ പ്രാർത്ഥന കയറി വരുന്നതാണ്. അപ്പൊ സാന്നിധ്യ അനുഭവം നമുക്ക് കിട്ടി, പക്ഷേ നമുക്ക് ഇങ്ങോട്ട് എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ തമ്പുരാന്റെ നമുക്ക് കിട്ടുന്നില്ല. അവിടെ നമ്മളെ ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അവിടെ നമ്മൾ സംപ്രീതനാണെന്ന് ഈശോ പലപ്പോഴും കേൾക്കുന്ന ഒരു പിതാവിന്റെ ദൈവത്തിന്റെ പ്രഖ്യാപനം അതാണ്, നീ എൻ്റെ പ്രിയപുത്രനാണ്, നിന്നെ ഞാൻ സംപ്രീതനായിരിക്കുന്നു. അങ്ങനെ കേൾക്കാൻ അപ്പൊ അതൊരു ഇങ്ങോട്ട് ഉറപ്പാണ് നമുക്ക്. അങ്ങനെ ഒരു അനുഭവം നമുക്ക് പ്രാർത്ഥനയിൽ തമ്പുരാന്റെ അടുത്ത് വരുമ്പോൾ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ അല്പം കൂടി പ്രാർത്ഥനയിലൂടെ ചൊല്ലിയും ഒക്കെ ആയിട്ട് ശ്രമിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അതൊരു ഉപകാരമില്ലാത്ത കാത്തിരിപ്പാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും അപേക്ഷിക്കുകയും നാം തന്നെ സന്നിധി നിൽക്കുന്നുവെന്ന് ഓർക്കുകയും ചെയ്യണമെന്നാണ് കർത്താവ് താല്പര്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും അപേക്ഷിക്കണം. ഈശോ, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ അങ്ങേക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവമാക്കി തരണേ. ഈശോയെ, എൻ്റെ ഉള്ളത്തെ അങ്ങയുടെ ഉള്ളത്തോട് ചേർക്കണമേ, എന്നെ ചേർത്ത് പിടിക്കണമേ. ഈശോയെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രകടനങ്ങളിലൂടെ ആ ഒരു സാന്നിധ്യ അനുഭവം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതോ ഓണാക്കാൻ, സജീവമാക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനാ പ്രകടനങ്ങളിലേക്ക് കടക്കാം. നമുക്ക് തരേണ്ടത് എന്തെന്ന് അവിടത്തേക്ക് നല്ലവണ്ണം അറിയാം. അതിപ്പോൾ എല്ലാം പറഞ്ഞു പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഈ ആഗ്രഹം, മാനുഷികമായ കഴിവുകൾക്ക് ചില പരിമിതികൾ നിർണയിച്ചുകൊണ്ട് അവിടുന്ന് തന്നെ നേരിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ള രംഗങ്ങളിൽ നമ്മുടെ ശ്രമം ഫലിക്കുമെന്ന് വിചാരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. പക്ഷെ ഇങ്ങനെ പരിശ്രമിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഇടപെടൽ, അവിടുത്തെ കൃപാവര സ്പർശനം, അല്ലെങ്കിൽ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന തലം, അത് നമ്മളിങ്ങനെ പറയുന്നതുകൊണ്ട് മാത്രം ഒന്നും ആവുകയില്ല. അത് അവിടുന്ന് തന്നെ ചെയ്യേണ്ടതാണ്. നേരത്തെ പറഞ്ഞ വണ്ടിയിൽ CD പ്ലെയറിൽ CD ഇട്ട് പാട്ട് കേൾക്കാൻ നമ്മൾ ചെയ്യുന്നത് എന്താണ് ഓർപ്പിക്കുന്നുണ്ട്. ഒത്തിരി പ്രാവശ്യം പറഞ്ഞാണെങ്കിലും CD പ്ലെയർ എടുത്ത് കവർ തുറന്ന് എടുക്കേണ്ടവരെ എടുത്ത് പിടിക്കേണ്ട പോലെ പിടിച്ചിട്ട് ഈ പ്ലെയറിന്റെ സ്ലോട്ട്, അതിന്റെ അടപ്പ് തുറന്നിട്ട് അതിന്റെ ആ സ്ലോട്ടിനകത്തേക്ക് കയറ്റി കൊടുക്കുക. അത്രയും കയറ്റി കൊടുക്കുമ്പം പിന്നെ അകത്തുനിന്നാണ് വലിച്ചെടുത്ത് കറക്കി പാട്ട് കേൾപ്പിക്കേണ്ടത് CD പ്ലെയർ. പക്ഷെ നമ്മൾ അത്രയും കയറ്റി കൊടുത്തിട്ടും അത് വലിച്ചെടുക്കുന്നില്ല എങ്കിൽ നമുക്ക് പിന്നെയും അല്പം കൂടി പുറത്തേക്ക് എടുത്തിട്ട് പിന്നെയും കയറ്റി കൊടുക്കാം, പുറത്തേക്ക് പിന്നെയും കയറ്റി കൊടുക്കാം. അങ്ങനെ ശ്രമിക്കാനേ പറ്റുള്ളൂ. അതിനപ്പുറമുള്ളത് അകത്തേക്ക് വലിച്ചെടുത്തിട്ട് ഇത് കറക്കി റീഡ് ചെയ്ത് പാട്ട് കേൾപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. CD പ്ലെയർ തന്നെ ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞ പോലെ മാനുഷികമായ കഴിവുകൾക്ക് ചില പരിമിതികൾ നിർണയിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള പരിമിതിയുണ്ട്. അവിടെ തന്നെ നേരിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ച രംഗങ്ങളിൽ ഇപ്പൊ CD പ്ലെയർ നേരിട്ട് ചെയ്യേണ്ടതാണ്. അകത്തേക്ക് വലിച്ചെടുത്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്ത് റീഡ് ചെയ്ത് പാട്ട് തരിക എന്നുള്ളത് CD പ്ലെയർ ചെയ്യേണ്ടതാണ്. നമുക്കിവിടെ ചെയ്യാനൊന്നുമില്ല. നമ്മുടെ ആത്മീയ കാര്യത്തിലും ഭൗതിക അനുഭവങ്ങൾ, സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് അത് തമ്പുരാൻ തരേണ്ടതാണ്. അവിടെ കയറിച്ചാൽ നമുക്ക് പറ്റിയല്ല. അപ്പൊ അതിലേക്ക് നമുക്കിങ്ങനെ അല്പം ഈ CD ഇട്ട് ഇങ്ങനെ മുട്ടുന്നവർ തട്ടുന്നവർ ചെറുതായിട്ട് വീണ്ടും വീണ്ടും അങ്ങോട്ട് കയറ്റി കൊടുത്ത് നോക്കുന്ന പോലെ നിൽക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ. അതിനപ്പുറം നമ്മുടെ സമം വിജയിക്കുകയല്ല എന്ന് ഓർത്തിരിക്കണം. മാനുഷികമായ കഴിവുകൾക്ക് ചില പരിമിതികൾ നിർണയിച്ചുകൊണ്ട് അവിടുന്ന് തന്നെ നേരിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ള രംഗങ്ങളിൽ നമ്മുടെ ശ്രമം ഫലിക്കുമെന്ന് വിചാരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. അങ്ങനെയൊന്നും നിർണയിച്ചിട്ടില്ലാത്ത അനേക സംഗതികൾ വേറെ ഉണ്ട്. പക്ഷെ നമുക്ക് തമ്പുരാൻ വെച്ചിരിക്കുന്ന തമ്പുരാൻ തനിക്ക് വേണ്ടി തന്നെ
റിസർവ് ചെയ്തിരിക്കുന്നത് അത് അവിടെ ഇരിക്കട്ടെ, അത് അവിടെ തന്നെ ഓണ സമയത്ത് ഓണായി പ്രവർത്തിപ്പിക്കട്ടെ. അതിനിപ്പുറം നമുക്ക് ചില കാര്യങ്ങളുണ്ട്. എന്താണ്? അതേസമയത്ത് വേറെയുണ്ട്. അതായത് പ്രായശ്ചിത്ത പ്രവൃത്തികൾ, സേവനങ്ങൾ, പ്രാർത്ഥനകൾ മുതലായവ. ഇവയൊക്കെയും അങ്ങേ സഹായത്താൽ നമ്മുടെ പരിമിതമായ കഴിവ് ഉപയോഗിച്ച് നിർവഹിക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു അവസരത്തിൽ അവിടുന്ന് ചെയ്യേണ്ട അവിടുന്ന് ചെയ്യണം. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ചില പ്രായശ്ചിത്ത പ്രവൃത്തികൾ നമുക്ക് ചെയ്യാം. ആത്മീയമായിട്ട് അനുഭവത്തിലേക്ക് വരുന്നില്ലെന്ന് പറയുമ്പോൾ കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുക, ചില നോയമ്പെടുത്ത് കുറേ നാളുകളിലേക്ക് നോയമ്പെടുക്കുക, ഓരോ കാര്യത്തെക്കുറിച്ച്, ചില ശുശ്രൂഷകൾ, സേവനങ്ങൾ ഏർപ്പെടാം, കാരുണ്യ പ്രവൃത്തികൾ അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷകൾ നമുക്ക് വ്യാപരിക്കാൻ പറ്റും. പ്രാർത്ഥനകൾ കുറച്ചുകൂടെ ഏറ്റെടുത്ത് ചെട്ടിയോടെ ചെല്ലാനായിട്ട് പരിശ്രമിക്കാം. ഇതൊക്കെ നമ്മുടെ ഭാഗത്ത് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒരു പറഞ്ഞ അസറ്റിക്കൽ മേഖലയാണ്, നമുക്ക് ചെയ്യാവുന്നതാണ്. CD പ്ലെയറിൻ്റെ കാര്യം പറഞ്ഞെടുത്ത് ഈ CD പ്ലെയർ അങ്ങ് വലിക്കുന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യാവുന്ന എന്താണ്? ഈ CD അകത്തേക്ക് എടുക്കുന്നില്ല എങ്കിൽ നമുക്ക് ഒന്നുകൂടെ പുറത്തേക്ക് എടുത്തിട്ട് ഈ CD ഒന്നുകൂടെ നോക്കി ക്ലീൻ ആക്കുക, ഒന്നൊരു കറക്റ്റ് ഒന്നൊരു ഇട്ട് കൊടുത്ത് നോക്കുക. എന്നിട്ട് പറ്റുന്നില്ല ആ CD മാറ്റി വെച്ചിട്ട് വേറൊരു CD എടുത്തിട്ട് അതിട്ട് നോക്കുക. അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്കത് ശ്രമിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഭാഗത്ത് പരിശ്രമങ്ങൾ, ഇങ്ങനെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ, സേവനങ്ങൾ, ശുശ്രൂഷകൾ, പ്രാർത്ഥനകൾ ചൊല്ലുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏർപ്പെട്ടുകൊണ്ട് കാത്തു നിൽക്കുന്ന അനുഭവം എടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത്, അമദ്രസ പറയുന്നത് സ്നേഹം പ്രബുദ്ധമായിരിക്കണം എന്ന് പറയുന്നതിനകത്ത് മെഡിറ്റേഷൻ ആൻഡ് കോണ്ടംപ്ലേഷൻ. ഈ മെഡിറ്റേഷൻ നമ്മുടെ തന്നെ പരിശ്രമത്തിൻ്റെയൊക്കെ ഭാഗമാണ്. കോണ്ടംപ്ലേഷൻ അവസാനത്ത് അനുഭവിച്ചുകൊണ്ടായിരിക്കുന്ന അനുഭവമാണ്. രാജാവിൻ്റെ മുമ്പിൽ എത്തുന്ന ഒരു ഭിക്ഷുവിനെ പോലെ എത്തിയാൽ നമുക്ക് അവിടെ വെറുതെ കാത്തു നിന്നാൽ മതി. അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, എന്നാൽ ആ ഉറപ്പ് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ വെറുതെ നിന്നാൽ മാത്രം പോരാ, കുറച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യണം. അതെങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും, കുറച്ച് പരിശ്രമിക്കുന്നത് എങ്ങനെയാണ് എന്ന് റസ്യ പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീകുമാര സഹോദരങ്ങൾ, ഇത് അല്പസമയം മുന്നോട്ട് കടന്നുപോയി, ഞാൻ സമയം നോക്കാൻ വിട്ടുപോയി. ഞാനിത് കട്ട് ചെയ്യുന്നില്ല. ഇത് അല്പം ദീർഘമാണെങ്കിൽ പോലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാനത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.